അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈത്തപ്പഴം പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വന്നിട്ടുള്ള ഈത്തപ്പഴം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണിത്. അപ്പോൾ എങ്ങനെയാണിത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഇതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം കുറച്ച് മതിയാകും, കാരണം ഓൾറെഡി നമ്മുടെ ഈത്തപ്പഴത്തിന് നല്ല മധുരമാണല്ലോ. അപ്പോൾ ആ ഒരു കൂട്ടിൽ മധുരം കുറച്ച് മതിയാകും. ഇനി ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ ആവശ്യത്തിനുള്ള ഉപ്പും നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ല തിക്കായിട്ടുള്ള ബാറ്ററാക്കി എടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ. ലൂസായി പോയാൽ നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഈത്തപ്പഴത്തിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു തിക്നെസ്സോട് കൂടിയിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. ഇനി ഈത്തപ്പഴം നന്നായിട്ട് കഴുകി സീഡൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു മൈദയുടെ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ചൂടായ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മൾ പൊരിക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ചൊന്ന് അതൊന്നങ്ങ് സെറ്റായി വരുന്ന സമയത്ത് നമ്മൾ അടുത്ത ഈത്തപ്പഴം ഇട്ട് കൊടുക്കുക. കാരണം എല്ലാം കൂടി ഒന്നിച്ച് തന്നെ പെട്ടെന്ന് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് വിട്ട് കിട്ടില്ല. മറിച്ചിടുന്ന സമയത്തൊക്കെ ആണെങ്കിലും എല്ലാം കൂടി ഒന്നിച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് സെറ്റായി വന്നതിന് ശേഷം അടുത്ത ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും ഒന്നങ്ങ് സെറ്റായി വന്നാൽ അതിൻ്റെ അടുത്ത ഈത്തപ്പഴം ഇട്ട് കൊടുക്കുക. അങ്ങനെ വേണം നമ്മളിത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി ഇത് രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഈത്തപ്പഴം കൂടി ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു 4 മണി പലഹാരമാണിത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടായിരിക്കുന്ന ആ ഒരു സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മാക്സിമം 10 മിനിറ്റ് അത്രയും സമയം കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈ ഒരു ഈത്തപ്പഴം പൊരിച്ചതിൻ്റേത്. ഇനിയിപ്പോൾ മൈദപ്പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ആട്ടപ്പൊടിയിലും ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, നല്ല ബോൾ പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനി നമ്മൾ ഈ ഒരു ചൂടോടുകൂടെ തന്നെ കഴിക്കുമ്പോഴായിരിക്കും ആ ഒരു കറക്റ്റ് ഈത്തപ്പഴത്തിൻ്റെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ് ഈ ഒരു ഈത്തപ്പഴം പൊരിച്ചത്. അധികം പേർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയായിരിക്കും. എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള പുതിയ വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചൂസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.